Hello everyone, you are with Dr. Safiya Moosa and welcome back once again to your favorite health channel, your NutriDoc. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ABC ജ്യൂസാണ്. ABC ജ്യൂസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ? ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം മിക്സ് ചെയ്തുണ്ടാക്കുന്ന ABC ജ്യൂസ് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ABC ജ്യൂസിനെ കുറിച്ച് യൂട്യൂബിൽ പല വീഡിയോസുമുണ്ട്. ABC ജ്യൂസ് നിറം വർദ്ധിപ്പിക്കുമെന്നും ABC ജ്യൂസ് കൊണ്ട് നിങ്ങളുടെ യൗവനം നിലനിർത്താൻ പറ്റുമെന്നും വെയിറ്റ് ലോസ് ഡ്രിങ്കായി ABC ജ്യൂസ് യൂസ് ചെയ്യാമെന്നും എല്ലാം നിങ്ങൾ കേട്ടിരിക്കും. എങ്ങനെയാണ് ABC ജ്യൂസിന് ഇത്രയും പ്രാധാന്യം വന്നത്? ഇതിലടങ്ങിയിരിക്കുന്ന ബീട്രൂട്ടാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള നൈട്രിക് ഓക്സൈഡ് നമ്മുടെ രക്തക്കുഴലുകളെ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഇത് ഓപ്പൺ അപ്പ് ചെയ്യുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ രക്തക്കുഴലുകളിൽ അടങ്ങിയിരിക്കുന്ന ലിപ്പിഡ്സിനെ ഇത് മെൽറ്റ് ചെയ്ത് കളയും. ലിപ്പിഡ്സ് മെൽറ്റ് ചെയ്ത് കളഞ്ഞാൽ രക്തക്കുഴലുകളിൽ ഒഴുകുന്ന ബ്ലഡ് ഫ്ലോ വളരെ എളുപ്പമാകും. ഇതുവഴി എല്ലാ ന്യൂട്രിയൻസും ശരീരത്തിൻ്റെ അതാത് ഭാഗത്ത് കറക്റ്റായിട്ട് എത്തുകയും ചെയ്യും. ഇത് മാത്രമല്ല, ഓക്സിജൻ സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസ് എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ സൗന്ദര്യം തീർച്ചയായിട്ടും വർദ്ധിക്കും. രണ്ടാമത്തെ കാര്യം, ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള ഈ നൈട്രജൻ ഓക്സൈഡ്സിന് ലിപ്പിഡ്സിനെ ഡിക്രീസ് ചെയ്യാനുള്ള കുറക്കാനുള്ള കഴിവുണ്ട്. ലിപ്പിഡ്സ് കുറഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രഷർ കുറക്കാനാകും. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഇതൊരു പ്രിവെൻറ്റീവ് മെഷറായി തന്നെ യൂസ് ചെയ്യാം. ഇത് മാത്രമല്ല കേട്ടോ, ബീട്രൂട്ടിൽ പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ള ബീറ്റ അലനിൻ എന്ന കോമ്പൗണ്ടിനുമുണ്ട് വളരെയധികം പ്രത്യേകതകൾ. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബീറ്റ അലനിൻ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. എന്താണ് ആൻറ്റി ഓക്സിഡൻറ്റ്? ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കലിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫ്രീ റാഡിക്കൽ എന്താണ്? ഫ്രീ റാഡിക്കൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെയും മറ്റ് കെമിക്കൽസിലൂടെയും സ്മോക്കിങ്ങിലൂടെയും ആൽക്കഹോളിലൂടെയും എല്ലാം നമ്മുടെ ഉള്ളിലെത്തി രൂപം കൊള്ളുന്ന ടോക്സിക് ആയിട്ടുള്ള വിഷാംശമായിട്ടുള്ള സാധനങ്ങളാണ് ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്താൽ നമ്മുടെ കോശങ്ങൾ നശിക്കാതിരിക്കുകയും ഇതുവഴി നമുക്ക് യൗവനം നിലനിർത്താൻ പറ്റുകയും ചെയ്യും. ഇത് കൂടാതെ തന്നെ ഈ ബീറ്റ അലനിൻ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുവഴി നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാനും നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുവാനുള്ള കഴിവും നമുക്ക് ലഭിക്കും. ബീട്രൂട്ടിന് ഇത്രയധികം കഴിവുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ ബീട്രൂട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ബീട്രൂട്ട് ജ്യൂസായി മാത്രം കഴിക്കാത്തത്? അതായത് ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ പല സൈഡ് എഫക്ട്സും ആ പേഷ്യൻസ് ഫേസ് ചെയ്യാറുണ്ട്. ഈ സൈഡ് എഫക്ട്സിനെ എല്ലാം ഓവർകം ചെയ്ത് അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ബീട്രൂട്ട് ഒരു ആൻറ്റി ക്യാൻസറസ് ഏജൻ്റായി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ബീട്രൂട്ടിന് ഇത്രയധികം ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് മാത്രമായി നമ്മൾ എന്തുകൊണ്ടാണ് കുടിക്കാത്തത്? കാരണം എന്തെന്ന് വെച്ചാൽ, ബീട്രൂട്ട് ജ്യൂസിൻ്റേത് പോലെ തന്നെ ആൻറ്റി ക്യാൻസറസും ആൻറ്റി ഓക്സിഡേറ്റീവും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് എല്ലാം അടങ്ങിയിട്ടുള്ള മറ്റ് 2 ഫ്രൂട്ട്സാണ് ക്യാരറ്റും ആപ്പിളും. ഈ 3 ജ്യൂസുകളും മിക്സ് ചെയ്ത് കുടിക്കുമ്പോഴുള്ള പ്രത്യേക ഗുണം എന്തെന്ന് വെച്ചാൽ, ഇവ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നുള്ളതാണ്. ബയോളജിക്കൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് വെച്ചാൽ അതിലെ ന്യൂട്രിയൻസ് എല്ലാം ഈക്വലി അബ്സോർബ് ആവാൻ ഈ ഒരു കോമ്പിനേഷൻ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് സ്റ്റഡീസിൽ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും മിക്സ്ഡ് ആയിട്ടുള്ള ഈ ഡ്രിങ്ക് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഡ്രിങ്കിൻ്റെ ഗുണങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ ഡ്രിങ്ക് കുടിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അതായത് ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും എടുക്കുന്നതിന് ഒരു പ്രത്യേക അളവുണ്ട്. ABC ജ്യൂസിൻ്റെ പകുതി ശതമാനം 50% ബീട്രൂട്ടും 30% ആപ്പിളും 20% ക്യാരറ്റും വേണ്ടത്. 30:50:20 എന്ന റേഷ്യോയിൽ വേണം നമ്മൾ ജ്യൂസിന് അളവെടുക്കാൻ. അതായത് ജ്യൂസ് എടുക്കുമ്പോൾ പകുതി ഭാഗം ബീട്രൂട്ടും 1/4 ഭാഗത്തേക്കാൾ കൂടുതൽ ആപ്പിളും അതിൽ താഴെ ക്യാരറ്റുമായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, പലപ്പോഴും ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ കോസ്മെറ്റിക് പ്രോപ്പർട്ടീസും സൗന്ദര്യവർദ്ധനവും എല്ലാം കേട്ട് പലരും ഈ ജ്യൂസ് സ്ഥിരമായി കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. സ്ഥിരമായി ഇത് കുടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത നൈട്രിക് ഓക്സൈഡ് N-നൈട്രോസോ കോമ്പൗണ്ട് എന്ന കോമ്പൗണ്ടായി മാറും. ഈ കോമ്പൗണ്ടിന് പല ദൂഷ്യഫലങ്ങളുമുണ്ട്. സോ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, അതിൽ കുറച്ച് വൈറ്റമിൻ സി ആഡ് ചെയ്യുക. സോ വൈറ്റമിൻ സി ആഡ് ചെയ്യാൻ വേണ്ടി ഈ ജ്യൂസിൽ ഒരു 1/2 ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ ഇതിൻ്റെ ഈ ഒരു ഡിഫക്റ്റീവ് പ്രോപ്പർട്ടി മാറിക്കിട്ടും. സോ നിങ്ങൾ ABC ജ്യൂസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ റേഷ്യോ ശ്രദ്ധിക്കുക. കുറച്ച് നാരങ്ങ നീര് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ
പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ദിവസേന കഴിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 3 പ്രാവശ്യം മാത്രം കഴിച്ചാൽ മതി. അതും ഏർലി മോർണിംഗ് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ അബ്സോർപ്ഷൻ നൽകുക. ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ആരൊക്കെയാണ് ABC ജ്യൂസ് ഒഴിവാക്കേണ്ടതെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കൽ വളരെ നിർബന്ധമാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു ബീറ്റ്റൂട്ടിൽ അടങ്ങിയിട്ടുള്ള നൈട്രിക് ഓക്സൈഡ് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുമെന്നുള്ളത്, ബ്ലഡ് പ്രഷർ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത്. സോ ലോ BP ഉള്ളവർ ഈ ജ്യൂസ് കുടിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുമാത്രമല്ല, ഓക്സലേറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഒരു കിഡ്നി സ്റ്റോണിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരോ അല്ലെങ്കിൽ മുമ്പ് കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ളവരോ എല്ലാം ഈ ജ്യൂസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കൊളോജനിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ വയർ അസ്വസ്ഥമായിട്ടുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അതായത് ഗ്യാസ്ട്രൈറ്റിസ്, നെഞ്ചെരിച്ചിൽ, പുളിച്ചുകെട്ടി വരൽ തുടങ്ങിയ ഗ്യാസ്ട്രിക് സംബന്ധമായ അസുഖങ്ങളുള്ളവരും ഈ ജ്യൂസ് കുടിക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രമല്ല, പ്രഗ്നൻസി ടൈമിലും ഈ ജ്യൂസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കൂടാതെ ഏത് ഹെൽത്തി ഫുഡായാലും ചില ആളുകൾ ആ ഫുഡിന് സെൻസിറ്റീവ് ആയിരിക്കും. അത് കഴിക്കുമ്പോൾ അവർക്കത് പ്രത്യേകം മനസ്സിലാവും. സോ ബീറ്റ്റൂട്ട് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ABC ജ്യൂസ് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളോ സ്കിൻ ഇറിറ്റേഷനോ എന്തെങ്കിലും തോന്നിയാൽ നിങ്ങൾ ആ ജ്യൂസ് കുടിക്കുന്നത് ഉപേക്ഷിക്കുക. കൂടാതെ തന്നെ ഈ ജ്യൂസ് സ്ഥിരമായി കഴിക്കുന്നവരുടെ മലവും മൂത്രവും എല്ലാം റെഡ് കളറായി കാണാറുണ്ട്. അങ്ങനെ ഒരു സിംറ്റം കണ്ടാലും നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കുന്നത് നിർത്തുക. ബാക്കി എല്ലാവർക്കും ഈ ജ്യൂസ് ധൈര്യമായി കഴിക്കാം. ഇത് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാം. ABC ജ്യൂസ് നിങ്ങൾക്ക് ഇനി ധൈര്യമായി കുടിച്ചു തുടങ്ങാം. ആഴ്ചയിൽ 3-4 തവണ മാത്രം കുടിക്കുക. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടു NutriDoc ഫോർ അനദർ ഹെൽത്ത് വീഡിയോ.